തഴവ ഗ്രാമപഞ്ചായത്തിൽ ഹോമിയോ ആശുപത്രി കെട്ടിടത്തിന് ശിലയിട്ടു. CR മഹേഷ് MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. തഴവ ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ് നടത്തിയത്. CR മഹേഷ് MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. ഈ പഞ്ചായത്ത് ഭരണസമിതി മാത്രമല്ല, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളായിട്ടിരുന്ന മുഴുവൻ ആളുകളെയും ഈ കാലഘട്ടത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്, അംഗീകരിക്കുകയാണ്. കാരണം CPM ഉണ്ട്, SDPI ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും അങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം പ്രദേശത്തെ പ്രശ്നങ്ങൾ ബാധിക്കുന്നത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെയാണ്. കോവിഡിൻ്റെ ആ ഒരു മൂർധന്യ അവസ്ഥയിലാണ് ഇലക്ഷൻ നടക്കുന്നത്. പരസ്പരം ആളുകളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഇരുണ്ട കാലഘട്ടത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. ശ്വാസം കിട്ടാതെ ആളുകൾ മരിച്ച സംഭവം, ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി പഞ്ചായത്ത് മെമ്പർമാരെ വിളിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാർ ഹെൽത്തിന് ജീവനക്കാരെ വിളിക്കുന്ന, അലങ്ങും വിലങ്ങും സൈറം മുഴക്കിക്കൊണ്ട് ആംബുലൻസ് ഓടുന്ന, ഭക്ഷണം പോലും തോട്ടികൾ കുത്തി അന്യ വീടുകളിൽ എത്തിക്കുന്ന, അങ്ങനെ ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ആശാവർക്കർമാരുടെയൊക്കെ വളരെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഘട്ടത്തിൽ ഒരു വലിയ പോരാട്ടം നടത്തിയ ആളുകളാണ് ഈ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഈ ഭരണസമിതിയിൽ, ഈ കാലഘട്ടത്തിലെ ഭരണസമിതിയിലാണ്. അതുപോലെ അടിക്കടി ഉണ്ടാകുന്ന പ്രളയം ഇപ്പോഴും ഇന്ന് മാത്രമാണ് അന്തരീക്ഷം രാവിലെ ഒരു ഇച്ചിരി തെളിഞ്ഞു വരുന്നത്. എല്ലാ റോഡുകളുടെയും ശോച്യാവസ്ഥ, തെരുവ് നായ്ക്കളുടെ ശല്യം, അങ്ങനെ വല്ലാണ്ട് നമ്മൾ പഞ്ചായത്ത് മെമ്പർമാർ ഒരുവിധപ്പെട്ടവർ ഇനി ജീവിതത്തിൽ നിൽക്കത്തില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് അവരുടെ മനസ്സിനെ കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്ക് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 43 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V സദാശിവൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് R അമ്പിളിക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. വീട് കൊടുക്കുവാൻ തയ്യാറായ പഞ്ചായത്താണ് തഴവ. ചെറിയ കാര്യമല്ലത്. ഇവിടുത്തെ സേവനങ്ങൾ എടുത്തു വെച്ച് പരിശോധിച്ചാലോ, ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനം. ഒരു അഴിമതി വിമുക്തമായ സാധാരണ മനുഷ്യർക്ക് അവരുടെ സേവനം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന നിലയിലേക്ക് ഉള്ള ഒരു പ്രവർത്തനം കൂടി ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പം പുതിയ കാലത്ത് എല്ലാവർക്കും ആരെയും നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാനോ കാലതാമസം വരുത്തുവാനോ കഴിയില്ല. അവർ ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ ചോദ്യം ചെയ്യുന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ ബോധവും വളർന്നിട്ടുണ്ട്. ആ ജനാധിപത്യ അവകാശങ്ങൾ, ഇപ്പൊ വിവരാവകാശം, എല്ലാ ഫയലുകളും മനുഷ്യർ അവർക്ക് തന്നെ മനസ്സിലാക്കും. എന്റെ പരാതി അല്ലെങ്കിൽ എന്റെ സേവനം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് മനുഷ്യന്റെ വിരൽത്തുമ്പിൽ തന്നെ കാണാൻ കഴിയും. വൈസ് പ്രസിഡന്റ് S ശൈലജ, പഞ്ചായത്ത് അംഗങ്ങളായ M മുകേഷ്, സുശീലാമ്മ, മോഹനൻ പിള്ള, സന്ധ്യ സുമേഷ്, ഡോക്ടർ തഴവ ബിജു, ഡാനിയൽ കാട്ടുതറയിൽ, ഡോക്ടർ രശ്മി, ഡോക്ടർ നീമ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോർജ് കുട്ടി, ഡോക്ടർ നിമ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ.